ചാഞ്ഞാടിച്ചു, തലയിൽ മുൾമുടി വെച്ചാഞ്ഞാടിച്ചു, മുതുകിനെ ഉഴുതതുപോൽ പൊടിച്ചു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി, യേശുവിനു മഹത്വം. കർത്താവിന്റെ വിലയേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. അല്പ സമയത്തെ ദൈവവചന ചിന്തയ്ക്ക് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യോശുവ യെരിഹോവിനെ സമീപിച്ചിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന്റെ അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. മതി. ഈ തിരുവചന ഭാഗത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകതകൾ എന്തെന്ന് ഈ രാത്രിയിൽ ശാന്തമായി നിങ്ങളൊന്ന് ചിന്തിക്കണം. യോശുവയുടെ പുസ്തകം നമ്മൾ വായിച്ച് ധ്യാനിച്ചാൽ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ പഠിക്കുവാൻ തക്കതായ നിലയിൽ ദൈവാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 13-ാം വാക്യത്തിൽ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. 14-ാം വാക്യത്തിൽ സൈന്യത്തിന്റെ അധിപതി പ്രത്യേകമായി പറയുന്ന വാക്ക്, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നിരിക്കുകയാണ്. 15-ാം വാക്യത്തിൽ പ്രധാനമായി പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയണം. ദൈവാത്മാവ് നമ്മോട് പറയുന്ന വാക്കുകൾ ദൈവമക്കൾ അനുസരിക്കുക എന്നുള്ളത് പ്രധാനമായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ അതിന് തയ്യാറാകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. ദിനങ്ങൾ ഒന്നൊന്നായി നീങ്ങി 16 ദിവസത്തിലേക്ക് എത്തി. രാവിലെയും വൈകിട്ടും ദൈവവചനം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദൈവവചനം ശ്രവിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കണം. എങ്കിൽ മാത്രമേ ഈ കേൾക്കുന്ന വചനം കൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ. അത് എബ്രായ ലേഖനത്തിൽ വളരെ കൃത്യതയോടുകൂടി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ദൈവവചനം കേട്ടവരായിരുന്നു, പക്ഷേ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ടതായ വചനം ഉപകാരമായി വന്നില്ല. സ്തോത്രം. എല്ലാവരും കേട്ടതൊരുപോലെയാ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ഒരേ ആത്മീയ ആഹാരം, ഒരേ പാനീയം, പക്ഷേ എന്തുണ്ടായില്ല മിക്ക പേരിലും. എന്തുകൊണ്ട്? ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ടതായ ചിന്തകളാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ
ഇതിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തതായ പ്രവർത്തികളെ മറ്റുള്ളവർ കേട്ടപ്പോൾ, വചനം പറയുന്നത് 2-ാം അധ്യായത്തിൽ പറയുന്ന അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ഉരുകിപ്പോയി. സ്തോത്രം. ആമേൻ. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തിലേക്ക് പതുക്കെ കണ്ണോടിക്കണം. അന്ന് ദൈവമക്കളെ ആളുകൾക്കൊരു ബഹുമാനമുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നവരെ ലോകർക്ക് ഭയമായിരുന്നു. സ്തോത്രം. കൊമ്പമീശ വെച്ചത് കൊണ്ടല്ല, വടിയും വാളും എടുത്തത് കൊണ്ടല്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ശബ്ദമുയരുമ്പോൾ അതിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ലോകത്തിന് ഭയമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ചെങ്കടൽ ഹല്ലേലൂയ 2-ആയി പിരിഞ്ഞത്, യോർദാൻ 2-ആയി പിരിഞ്ഞത്, ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തുകൂടെ തൻ മക്കൾ മറുകര കടന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോർദാനെ കുറിച്ച് അവിടെ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ മറുകരലിനെ കടത്തുകയില്ലെന്ന്, ചില അവകാശങ്ങൾ പ്രാപിപ്പാൻ നിന്നെ അനുവദിക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. യോർദാനെ പോലെ കരകവിഞ്ഞൊഴുകുന്ന ചില പ്രശ്നങ്ങൾ നിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ യഹോവയുടെ പെട്ടകം യഥാർത്ഥമായി ചുമക്കുന്ന ഒരു വ്യക്തിത്വമെങ്കിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ യോർദാൻ വഴിമാറും. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിന്റെ മിടുക്കുകൊണ്ടല്ല, നീ ചുമക്കുന്ന പെട്ടകത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. നിന്നെ വിളിച്ച വിളിയുടെ മഹത്വമാണ്. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ നമ്മൾ കേട്ടല്ലോ വചനത്തിന്റെ ശക്തിയെ കുറിച്ച്. യഥാർത്ഥത്തിൽ നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വചനത്തിന്റെ മഹത്വം എന്തെന്ന് പലപ്പോഴും നമ്മൾക്ക് അറിയില്ല. അത് വേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒരു യോഗ്യതയുമില്ലാതെ പുറം പറമ്പിൽ തള്ളപ്പെട്ടവനായിരുന്നു. ഒരു കാലത്തും കുണം പിടിക്കില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഹല്ലേലൂയ ഭാഗ്യവശാൽ രൂത്ത് എത്തിപ്പെട്ടതുപോലെ ഹല്ലേലൂയ കയറി നിൽക്കുവാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ കൃപയാൽ കയറി നിന്നതാണ് ഇന്ന് രാത്രിയെ ഈ വചനവുമായി നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. യോഗ്യത കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. തീർന്നുപോയെന്ന് വിധിയെഴുത്തു നടത്തിയവരുണ്ട്. സ്തോത്രം. ഇനി ഒരിക്കലും ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ചു. മിടുക്കുകൊണ്ടല്ല കേട്ടോ, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. കൃപ എളിയവന് വേണ്ടി മാത്രമല്ല, തന്മുഖത്തേക്ക് നോക്കുന്ന തൻ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എന്നാൽ വ്യവസ്ഥ പാലിക്കണം.
അത് വളരെ പ്രാധാന്യതയുള്ള ഒന്നാണ്. പലപ്പോഴും നമ്മൾ വിടുതലിനെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നവരാ, നല്ല കാര്യമാ. എന്നാൽ വിടുതലിന്റെ പുറകിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്തോത്രം. യോർദാൻ മറുകര കടക്കുന്നതിന് മുൻപ് യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. മറുകര നീ കടക്കണോ? ഹല്ലേലൂയ. പ്രതികൂലത്തെ നീ അതിജീവിക്കണോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപിൽ വ്യവസ്ഥ പ്രകാരം മുട്ടുമടക്കിയേ മതിയാകൂ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഇവിടെ യോശുവ മറുകര കടന്നു, പരിച്ഛേദന കഴിഞ്ഞു. സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് അവൻ വളരെ ഒരുപക്ഷെ ഹല്ലേലൂയ സാഹചര്യത്തെ അവനൊന്ന് വിലയിരുത്തി കാണും. അവിടെ എഴുതിയിട്ടുണ്ട്, മന്ന നിന്നുപോയി. അതുവരെ എന്തുണ്ടായിരുന്നു? മന്നയുണ്ടായിരുന്നു. വഴികാട്ടുവാൻ മേഘസ്തംഭവും ഹല്ലേലൂയ അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറിപ്പോയി. ഒരു ഏകാന്തത അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ അവൻ തല ഉയർത്തി ഒന്ന് നോക്കി. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ വ്യക്തമായി പറയുകയാണ്, ഒരാൾ ഹല്ലേലൂയ കയ്യിൽ വാളൂരി പിടിച്ചുകൊണ്ട് അവന്റെ നിവരത് മുന്നിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. പെട്ടെന്ന് അവനൊന്ന് പേടിച്ചു കാണും. ഹല്ലേലൂയ. അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഹല്ലേലൂയ, നീ ആരുടെ പക്ഷക്കാരനാ? നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനവൻ അല്ല, ഞാൻ വന്നിരിക്കുന്നത് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായാണ്. സ്തോത്ര. ഉടനെ അവൻ സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ. ദൈവമായത് കൊണ്ടാണ് അവൻ സാഷ്ടാംഗം വീണത്. ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവരി കുലക്കളത്തിൽ തകർക്കപ്പെട്ട മശികയാണത്. ഹല്ലേലൂയ. ആരാധന എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ളതാ. അത് ദൂതന്മാർക്കുള്ളതല്ല. നമ്മെ സംരക്ഷണം ചെയ്യുന്ന ഏതെങ്കിലും ദൂത സംഘത്തിനുള്ളതല്ല. ആരാധനയ്ക്ക് യോഗ്യ നമ്മുടെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. അവിടെ സൈന്യത്തിന്റെ അധിപതി അവനോട് പറഞ്ഞ കാര്യങ്ങൾ 5-ാം അധ്യായത്തിലില്ല. അത് കാണണമെങ്കിൽ 6-ാം അധ്യായത്തിലേക്ക് പോകണം. 6-ാം അധ്യായത്തിലാണ് അതിന്റെ വ്യവസ്ഥ കിടക്കുന്നത്. അതിന്റെ 10-ാം വാക്യം എന്ന് വായിച്ചേ. ആർപ്പിടുവിന് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും വരുത്. അതിനുശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു. ഞാൻ ഇത് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഈ വചനം എനിക്ക് വേണ്ടതുപോലെ അത് ചിന്തിച്ചിട്ട് മറുപടി ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഒച്ച കേൾപ്പിക്കാതെ എങ്ങനെ നടക്കാൻ പറ്റും? നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെ ആയിരുന്നല്ലോ അവര്. നമ്മൾ കണ്ടു കഴിഞ്ഞ 2 കാര്യം പറയുന്ന കൂട്ടത്തിലല്ലേ? ആണോ? അഭിപ്രായം പറയാൻ മിടുക്കര് മലയാളികളെ പോലെ വേറെ ആരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. കൂട്ടിപ്പിടിപ്പിക്കാനും കാര്യം പറയാനൊക്കെ മിടുക്കരാണ് ആര്? സ്തോത്രം. എവിടെ ആര് മലയാളി ഉണ്ടോ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും. ഹല്ലേലൂയ. ഒരുത്തൻ ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? സ്തോത്രം. അത് സ്ഥാപനങ്ങളിൽ പോകണം. നിങ്ങൾ പോയി ജോലി ചെയ്യാത്തതുകൊണ്ട് അതറിയില്ല. ജോലി ചെയ്തിട്ടുള്ളതും ചെയ്യിച്ചവർക്കും അറിയാൻ പറ്റും. ഒരുത്തൻ ഉയർന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവനെ വലിച്ചങ്ങനെ താഴെയിടാന്നുള്ളത് ഈ മലയാളിയെ ചിന്തിക്കുള്ളൂ. സ്തോത്രം. അതാണ് മലയാളിയുടെ സ്വഭാവം. അപ്പൊ ഇതേപോലെയുള്ള സ്വഭാവം അവരുടെ കയ്യിലും കാണാൻ വഴിയുണ്ട്. സ്തോത്രം. കാരണം നമ്മള് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, മോശ അനുഗ്രഹിക്കപ്പെട്ട യിസ്രോട് ചെയ്തുകൊണ്ട് പോകുക. അവനെതിരായി നിന്നത് ആരാ?
സഹോദരനും സഹോദരിയും. ഒന്ന് നമ്മുടെ സ്വഭാവം കരയില്ല, സ്വഭാവത്തിൽ ഏറെക്കുറെ നമ്മുടെ അതേ സ്വഭാവം തന്നെയാ. അപ്പോ ദൈവം അവരോട് പറഞ്ഞു, എന്ത് ചെയ്യരുത്? ഒച്ച കേൾപ്പിക്കരുത്. വായിൽ നിന്ന് ഒരു വാക്കും, അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. സ്തോത്രം. ഒരു വാക്കും ഒരഭിപ്രായം പറയാതെ നമ്മൾ ഇരിക്കുവോ? എൽദോ പാസ്റ്റർ പറഞ്ഞു, അവർ ഓരോ ദിവസവും വിജയത്തിന്റെ ഘോഷം മുഴക്കിയിട്ടാ പോയതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ സത്യമാ. പക്ഷേ അഭിപ്രായം പറയാതെ എങ്ങനെ പോയെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കൃപയാൽ അവർ ആ വ്യവസ്ഥ പാലിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, വചനം എന്ത് നിന്നോട് പറയുന്നുവോ അതനുസരിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടോ? നിന്റെ മുൻപിലുള്ള എരിഹോ അതൊരു വിഷയമല്ലെന്നേ, അതൊരു പ്രശ്നമല്ലെന്നേ. നീ വചനത്തോട് ചേർന്ന് വാ, നീ വചനത്തോട് ചേർന്ന് നിൽക്ക. നിനക്ക് മുൻപേ അധിപതി ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ കരത്തിൽ വാളേന്തിയുമായാണ് നിലകൊള്ളുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ സൈന്യത്തിന്റെ അധിപതിയാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഒരു വലിയ സൈന്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യവസ്ഥ പാലിച്ചാൽ മതി, പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. സ്തോത്രം. ഒന്ന് ചിന്തിച്ച്, ആർപ്പിട്ട മതിലിടിയോ? ഇതൊക്കെ ഒന്ന് പൊട്ടന്മാരെ പോലെ ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. ആർപ്പിട്ട് കഴിഞ്ഞാൽ മതിലിടിയുമോ? അപ്പൊ ആരാ ഇത് ഇടിച്ചത്? ദൈവിക വ്യവസ്ഥ പാലിക്കാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുവോ? സ്തോത്രം. ദൈവാത്മാവ് നമ്മോട് ഓർപ്പിച്ചുണർത്തുന്നത്. സ്തോത്രം. ഏത് വിഷയമാണ് അതൊന്നും വിഷയം ദൈവത്തിനില്ല. ദൈവം നോക്കുന്നത് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കുവാൻ, ഞാൻ പറയുന്നതിനെ കീഴ്പ്പെടുവാൻ അവൻ തയ്യാറാണ് എന്നാണ് ദൈവം നോക്കുന്നത്. അതിന് നീ സന്നദ്ധനായാൽ, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സൈന്യവുമായി ഇറങ്ങിയ അധിപതി ബാക്കി കാര്യം ചെയ്യുകയാ. സ്തോത്രം. ഇത് പഴയ നിയമത്തിൽ നിലകൊള്ളുമ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ആ തിരുവചന ഭാഗത്തേക്ക് ഒന്ന് ഓടി വരാം. സ്തോത്ര. ഹല്ലേലൂയ. എബ്രായലേഖനം 4:12 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമശികളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ഈ ദൈവവചനവുമായാണ് നമുക്ക് എന്തുള്ളത്? രാവിലെ കേട്ടു ദൈവത്തിന്റെ വചനം എന്താണ്. ഹല്ലേലൂയ. അതിന്റെ മഹത്വം എന്താണ്. ഹല്ലേലൂയ. സകല വചനം കൊണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവവചനമാണ് നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്നത്. ആ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ടെന്നാ പറയുന്നത്. ആ വചനത്തിന് എന്തുണ്ട്? ചൈതന്യമുണ്ടെന്ന് പറയുന്നു. ആ വചനം എന്താണ്? ഇരുവായ്ത്തലയുള്ള വാളാണ്. ഹല്ലേലൂയ. ആ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു പ്രതികൂലത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സൈന്യത്തിന്റെ അധിപതി ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനോ, നിന്റെ കരത്തിൽ ദൈവം നൽകിയ വചനോ അത് ജീവനുള്ളതാണ്. സ്തോത്രം. പക്ഷെ ജീവനുള്ള വചനത്തിന്റെ മഹത്വം എന്തെന്ന് അറിയേണ്ടതുപോലെ ദൈവമക്കളൊന്ന് അറിയണം. സ്തോത്രം.
അതറിഞ്ഞു കഴിയുമ്പോൾ നിന്റെ മുൻപിൽ എന്ത് പ്രതികൂലം വന്നാലും, ഏതവസ്ഥകൾ വന്നാലും, ഹല്ലേലൂയ, അതിനെ അതിജീവിക്കുവാൻ തക്കതായ ഒരു ദൈവശക്തി നിന്നിൽ വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നാളുകളായി ഒരു വാത്സല്യ സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നുണ്ട്. അവർ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് ദൈവിക വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിത്വമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറഞ്ഞതായ ചില യാഥാർത്ഥ്യങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അവർ ശാരീരികമായി പ്രയാസപ്പെട്ട് വളരെ വേദനയോടുകൂടി ആയിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നവര് വീട്ടിൽ വന്നിട്ട് ചോദിച്ചത് ഇൻഷുറൻസ് ഉണ്ടോന്നാ. എന്നാൽ അവരെ ബലപ്പെടുത്തിയ ഒരു വ്യക്തിത്വമുണ്ട്. അവർ പെന്തക്കോസുകാരിയല്ല, CSIയോ മാർത്തോമക്കാരിയോ വേണ്ട. അവർ പറഞ്ഞു, ധൈര്യത്തോടു കൂടെ നിൽക്ക, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കും. നീ അനുകൂലമാകുമെന്ന് ചിന്തിക്കുന്നവർ നിനക്കെതിരാകുമ്പോൾ നിനക്ക് വേണ്ടി ചിലരെ ഹല്ലേലൂയ ഉയർത്തുന്ന, ഉണർത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. കൂടെ നിൽക്കുന്നവർ കാലുവാരുമ്പോൾ, കൂടെ നിൽക്കുന്നവർ മാറി നിൽക്കുമ്പോൾ, അവർ അറച്ച വാക്കുകൾ പറയുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം. സ്തോത്രം, ഹല്ലേലൂയ. അവർ പറഞ്ഞു കൊടുത്ത ചില വചനങ്ങൾ ഈ രോഗസമയത്ത് അവർ ഉരുവിടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിപൂർണമായ സൗഖ്യം. ഡോക്ടർമാർ പോലും അതിശയത്തക്ക നിലയിൽ അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഞാൻ ജീവനോടെ ഇരിക്കുകയാ. ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു. സ്തോത്ര. പലപ്പോഴും ഒരു പ്രയാസം വന്നു കഴിയുമ്പോൾ അയ്യോ എനിക്ക് വയ്യേ എന്ന് നമ്മൾ പറയുന്നേ. വചനം എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മിൽ നിന്ന് അന്യപ്പെട്ടു പോകും. സ്തോത്ര. ഈ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മുടെ കയ്യിലുള്ള വചനം ചത്തതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നേ. സ്തോത്ര. എന്നാൽ നിന്റെ മുൻപിൽ ഒരു വിഷയം വരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ജീവനുള്ള വചനത്തെ, ഹല്ലേലൂയ, അത് ഏതിടത്തേക്കും കയറി ചെല്ലുവാൻ കഴിവുള്ള വചനത്തെ, ഹല്ലേലൂയ, ചൈതന്യമുള്ള വചനത്തെ, ഏതു വാളിനേക്കാളോ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനത്തെ നീ ഒന്ന് അപ്ലൈ ചെയ്യുന്നേ. സ്തോത്ര. ഹല്ലേലൂയ. വചനം പറയുന്നത്, സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നവരോട് ഇങ്ങനെ പറയാറുണ്ട്, നിനക്ക് പ്രയാസം എവിടെയാണോ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഒന്ന് തടവന്നേ. Praise the Lord. Praise the Lord. Hallelujah. ശാരീരികമായി പ്രയാസപ്പെട്ടതായ ഒരു വാത്സല്യ പെൺകുഞ്ഞ, ഹല്ലേലൂയ, അവളോട്, ഹല്ലേലൂയ, അവളുടെ മാതാവിനോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ അതനുസരിച്ച്, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തി അവളുടെ ശരീരത്തിൽ, ഹല്ലേലൂയ, ഉഴിച്ചിൽ നടത്തിയപ്പോൾ ഇന്ന് ആ കുഞ്ഞ് പരിപൂർണമായ സൗഖ്യത്തോടു കൂടെ ആയിരിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ കരത്തിലുള്ള, നിന്റെ ആദരത്തിലുള്ള വചനത്തിന് ജീവനുണ്ട് കേട്ടോ. ആ വചനം ചലിപ്പിക്കുന്നതാണ്, ആ വചനം പ്രവർത്തിക്കുന്നതാണ്. ആ ദൈവിക പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ വ്യവസ്ഥ പാലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർപ്പിടുവാൻ പറയുന്ന നിമിഷം വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒച്ച കേൾപ്പിക്കരുത്.
സ്തോത്രം. എങ്ങനെ ഒച്ച കേൾപ്പിക്കാതെ നടന്നു എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ അല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. ചില അനുസരിച്ചു അവര്. അതെ, സ്തോത്രം, സ്തോത്രം. ഇച്ചിരി കടുപ്പമുള്ളതല്ലേ? അങ്ങനെയൊന്നും വേണോ? അത് ഇച്ചിരി കടുപ്പമല്ലേ? ഒരു മണിക്കൂർ മിണ്ടാതിരിക്കാൻ പറഞ്ഞ തോമസ് പോരാ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒരു മണിക്കൂർ മിണ്ടാതിരിക്കണം. ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. സ്വന്തം ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുവോ? അപ്പൊ ഈ പട്ടണം ചുറ്റി വരാൻ അല്പസമയങ്ങളും വേണ്ടേ? ചെറിയൊരു പട്ടണമല്ല, അത്യാവശ്യം വലുപ്പമുള്ള പട്ടണമാണ്. 1 മണിക്കൂർ വേണമെന്നൊക്കെ ചിന്തിക്കുക. ഈ 1 മണിക്കൂർ കൂടെ നടക്കുന്നവരോട് ഒരക്ഷരം പോലും മിണ്ടാതെ എന്ത് ചെയ്യണം? ഇത് ഇച്ചിരി കടുപ്പമല്ലേ? ദൈവത്തിന്റെ വ്യവസ്ഥ ഇച്ചിരി കടുപ്പം തന്നെയാ. അതനുസരിക്കുവാൻ, അതുകൊണ്ടാ വചനം പറയുന്നത് ഇതല്പം ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയിതല്ലോ മോക്ഷ വഴി, കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ആമേൻ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ നമ്മൾ പഠിച്ചതല്ല ദൈവിക ബന്ധം. ദൈവിക ബന്ധം അറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടു ചെല്ലേണ്ടതുപോലെ കൊണ്ടു ചെല്ലണം. കൊണ്ടു ചെന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വ്യക്തമായ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയോ. ജീവനുള്ള വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് പ്രാണനെ ഹല്ലേലൂയ ക്രമീകരിക്കുന്നതാ, ആത്മാവിനെ ക്രമീകരണം വരുത്തുന്നതാ, സത്യമജകളിൽ ക്രമീകരണം വരുത്തുന്നതാ, ഹൃദയത്തിലെ ചിന്ത ഭാവോ വിവേചിക്കുന്നതാ. അതിനെ മറച്ച് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവവചനമാണ് നമുക്ക് വഴികാട്ടി. ആ വഴികാട്ടുവാൻ ഹല്ലേലൂയ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ വേണ്ടതായ വഴിയിലൂടെ, യഥാർത്ഥമായ വഴിയിലൂടെ നടത്തിയെത്തിക്കുവാൻ അവൻ മതിയായവനാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, യെരിഹോ കോട്ട പോലെ നിന്റെ മുന്നിൽ സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടാകാം. എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന ചിന്ത നിന്നെ ഭരിക്കാം. സ്തോത്രം. എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിൽ നീ വ്യാകുലപ്പെട്ടെന്നിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ യുദ്ധം നടത്തി വലിയ പരിചയമൊന്നും യോശുവയ്ക്കില്ല. ആദ്യമായി അവൻ യുദ്ധം ചെയ്യുവാൻ പോകുകയാ. ഹല്ലേലൂയ. എന്നാൽ അവന് സഹായകനായി സൈന്യത്തിന്റെ അധിപതി ഇറങ്ങി വന്നിരിക്കുകയാ. ഹല്ലേലൂയ. സ്വർഗം ഹല്ലേലൂയ അവന് വേണ്ടി, അവനെ ഹല്ലേലൂയ ചില ഇടങ്ങളെ ഉയർത്തുവാൻ വേണ്ടി അവന്റെ അടുക്കലേക്ക് അടുത്തു വന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, യെരിഹോ മതിൽ ഹല്ലേലൂയ ഇടിഞ്ഞതിന് ശേഷമാണ് സൈന്യത്തിന്റെ അധിപതി ഹല്ലേലൂയ സൈന്യവുമായി മടങ്ങിയത്. ആ നിമിഷം വരെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും സൂക്ഷ്മതയോടുകൂടെ സൈന്യത്തിന്റെ അധിപതി വീക്ഷിച്ചു കാണുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന
ദൈവമക്കളോട് ചില യാഥാർത്ഥ്യങ്ങൾ ഈ രാത്രിയിൽ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ഈ ഭവനത്തിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന ഈ ഭവനത്തിന് കേൾവിക്കാർക്ക് അനുഗ്രഹമായി മാറുവാൻ ഇടയാകട്ടെ. നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളോ ഹല്ലേലൂയ പരീക്ഷകൻ അടുത്തു വന്നപ്പോൾ മറ്റൊരു ആയുധം കൊണ്ടല്ല ദൈവം കർത്താവ് വിജയിച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണോ, സകല വചനം കൊണ്ടോ, സകല വചനം കൊണ്ടോ. വചനം ശക്തിയുള്ളതാ, വചനം ജീവനുള്ളതാ, വചനം ചലിക്കുന്നതാ, അത് പ്രവൃത്തി വെളിപ്പെടുത്തുന്നതാ. അതിന്റെ മുന്നിൽ ഒരു അന്ധകാര ശക്തിക്ക് നിൽക്കുവാൻ കഴിയില്ല കേട്ടോ. അടകരാജവൈഡ് അന്ധകാര ശക്തി തകരട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരകനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടമണ്ഡലം തകരട്ടെ. സ്തോത്ര. വിശ്വാസത്തിന്റെയും അധികാരത്തിന്റെയും വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ഒരു വിഷയത്തിന്റെ മുൻപിലാ, ഒരു പ്രതികൂല സാഹചര്യത്തിന്റെ മുൻപിലാ. ഹല്ലേലൂയ. ആ സമയത്ത് ലോകർ പറയുന്നതല്ല നീ പറയേണ്ടത്. നീ ലോകത്തിൽ നിന്നും വ്യത്യസ്തനാണ്. നീ ലോകത്തിലില്ലാത്തൊരു സംരക്ഷണം നിനക്കുണ്ട്, ലോകത്തിലില്ലാത്തതായ ഒരു ഉടമസ്ഥൻ നിനക്കുണ്ടെന്ന്. അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞ വാക്ക്, ആ ഉടമസ്ഥന്റെ വചനോ നിന്റെ ആദരത്തിൽ നിന്ന് വരട്ടെ. അപ്പോൾ ദുഷ്ടന്റെ പദ്ധതികൾ തകരുന്നത് കാണുവാൻ കഴിയും. നമ്മെ ദൈവം വിളിച്ചത് തന്നെ അനുഗ്രഹം അനുഭവിപ്പാനാ. സ്തോത്രം. ആമേൻ. അപ്പോൾ അനുഗ്രഹം അനുഭവിക്കാൻ നമ്മെ വിളിച്ചെങ്കിൽ ഒരു വ്യക്തി വന്ന് തലേ കൈവച്ച് പറയുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? അല്ലെന്നേ. ആമേൻ. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ വചനത്തോട് ചേർന്ന് നിൽക്കണം. വചനത്തോട് ചേർന്ന് നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഹല്ലേലൂയ. വിധിയെഴുത്തുകളെ മാറ്റുവാൻ, ഹല്ലേലൂയ, ശത്രു ഉയർത്തിയതായ എരികോ മതിലിൽ തകരുവാൻ, ശത്രുവിന്റെ പദ്ധതികളെ തച്ചുടപ്പാൻ കഴിവുള്ള ഒരു അധിപതി കയ്യിൽ വാളേന്തി നിനക്ക് മുന്നിൽ നിൽക്കുകയാ. വാളെന്തിനാണ്? ചിലതിനെ വെട്ടിമാറ്റുവാൻ, ചിലതിനെ ഇല്ലാതെയാക്കുവാൻ. ഹല്ലേലൂയ. വാളേന്തിയവൻ നിൽക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വ്യക്തിത്വത്തിന്റെ അടുക്കലേക്ക് എബ്രായ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ വചനത്തോട് ചേർത്ത് തന്നെ 4:16 വായിച്ചേ. എങ്ങനെ അടുത്ത് ചെല്ലണം? അത് മാത്രമേ നമുക്ക് ഇല്ലാത്തതുള്ളൂ. അത് മാത്രം നമുക്ക് സാധാരണഗതിയിൽ ഇല്ല. ആരെങ്കിലും പിന്നെ തള്ളിക്കയറ്റണം, അപ്പോഴാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആകുള്ളൂ. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിനക്ക് കരുണ ലഭിപ്പാൻ സമയം, അത് ഏത് സമയമാകട്ടെ, ഹല്ലേലൂയ, സഹായത്തിനുള്ള കൃപ. കൃപ എന്ന വാക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നിനെയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ വേദനയാണോ, നിന്റെ ഏതെങ്കിലും ആവശ്യമാണോ, ഏതെങ്കിലും പ്രതികൂലമാണോ, അതിന്റെ മധ്യത്തിൽ ധൈര്യത്തോടുകൂടി നീ അടുത്തു ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി കൃപ പകർന്നു നൽകുവാൻ, ഹല്ലേലൂയ, നിന്നെ സഹായിപ്പാൻ, നിനക്ക് വേണ്ടി കരുണയുടെ കടാക്ഷം നീട്ടുവാൻ ഒരു ഉടമസ്ഥൻ നമുക്ക് വേണ്ടി നിലകൊള്ളുകയാ. ഹല്ലേലൂയ. പക്ഷേ ദൈവാത്മാവ് പറയുന്ന വാക്കുകൾ മറന്നു പോകരുത്. ആ ദൈവം നിന്റെ ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്നവനാ, നിന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാ. നടപ്പും കിടപ്പും
ശോധന ചെയ്യുന്നവരാ. അവനുമായിട്ടാണ് നിനക്ക് കാര്യമുള്ളത്. സഭാപാസ്റ്ററെ തട്ടിപ്പ് നടത്തി പറ്റിക്കാൻ പറ്റും, വിശ്വാസികളെയും പറ്റിക്കാം, ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം. മനുഷ്യന് പറ്റിക്കാൻ കഴിയും, എന്നാൽ ആരെ പറ്റിക്കാൻ കഴിയില്ല. നീ സേവിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നീ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തെ, ഹല്ലേലൂയ, പറ്റിപ്പാൻ കഴിയില്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിരത്തുകയാ. ഹല്ലേലൂയ, ചില വസ്തുതകൾ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുകയാ. ഈ ദൈവമായിട്ട് ഏത് വിധത്തിലുള്ള ബന്ധമാണ് നമുക്കുള്ളത്? ഹല്ലേലൂയ, ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് കേട്ടനുസരിക്കുക. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ മറുപടിയുണ്ട്. അതാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതില്ല. അവൻ അവിടുത്തെ പദം പറയുന്നുണ്ട്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ എപ്പോഴാ നിലവിളിച്ചത്? ആ വചനത്തോട് ചേർന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച്. ആകീഷിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ്, അവിടുന്ന് പോകുന്നതിന് ശേഷമാണ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയത്. അവിടെ വന്ന് കരയായിരുന്നു. അവിടെ കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സ്തോത്രം. എന്നാൽ അവന്റെ ഹൃദയക്കണ്ണ് ഉയരങ്ങളിലേക്ക് ഉയർന്നു. അവിടുന്ന് മാത്രമാണ് സഹായമെന്ന് അവൻ മനസ്സിലാക്കി. ആകീഷ് പോകുവാൻ പറയാത്തിടത്തോളം കാലം അവന്റെ മുൻപിൽ നിന്ന് പോകുവാൻ കഴിയില്ല. സ്തോത്രം. അവന്റെ ഹല്ലേലൂയ, ആകീഷിന്റെ ഭൃത്യന്മാർ നോക്കുമ്പോൾ ഇവൻ ഇസ്രായേലിലെ രാജാവാ. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്നുണ്ട്, ദാവീദ് 10,000 കൊന്നുവെന്ന് ഇസ്രായേൽ ജനം ഗാനപ്രതിഗാനം പാടിയത് ഇവനെ കുറിച്ചാ. ഫെലിസ്ത്യരെ കൊന്നതിന് വേണ്ടിയാണ് അവർ പാട്ടുപാടിയത്. ഇവൻ ഇസ്രായേലിലെ രാജാവാണ്. ഭൃത്യന്മാർ പറയുകയാ. രാജാവ് നോക്കുമ്പം, എടാ ഈ പ്രാന്തൻ ഇവിടെ എന്തിനാ വന്നേ? ഇവിടെ പ്രാന്തന്മാരുടെ കുറവുണ്ടോ? ഒരു വിചിത്രമായ ഒരു വസ്തുതയല്ലേ അത്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. പാസ് നോക്കുമ്പം എന്നെ ഭ്രാന്തനായി കാണുകയാ. നിങ്ങൾ നോക്കുമ്പം ഇസ്രായേലിലെ ഇവൻ രാജാവാണെന്ന് പറയുകയാ. സ്തോത്രം. രാജാവ് പറയുന്നവൻ രാജാവാണ്, പാസ് നോക്കുമ്പോൾ മുടിഞ്ഞ ഭ്രാന്തനാ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ഇവനെ ആട്ടിക്കളഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, യഥാർത്ഥ പ്രാന്തനെ പോലെ തുള്ളി ചാടി പ്രാന്ത് കളിച്ച് അവിടെ നിന്ന് അങ്ങ് പോന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ദൈവമൈതലേ, പല സന്ദർഭങ്ങളിൽ ശത്രുവിന്റെ കെണിയിൽ നിന്ന് അത്ഭുതകരമായി നിന്നെ വിടുവിച്ച ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ആ ദൈവമുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുവാൻ സമർപ്പണത്തോടെ അടുത്തു ചെന്ന് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരുവനുണ്ട്. അതൊരു പക്ഷെ ലോകം കാണില്ല കേട്ടോ. അത് നീ പ്രാർത്ഥന മുറിയിൽ നിന്നായിരിക്കാം നിന്റെ ഹൃദയം നുറുങ്ങിയ നിലവിളി ഉയരുന്നത്. അതിന് മറുപടിയുണ്ട് കുഞ്ഞെ. അതിനെ തടയുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല കേട്ടോ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അവൻ മറുപടി തരുന്നത് നിശ്ചയമാണ്. സ്തോത്രം. ആ ഉറപ്പ് വ്യക്തിപരമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എരിഹോ കോട്ട
6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റണമെന്ന് യോശുവയോട് പറഞ്ഞു. യോശുവ അത് ജനത്തോട് പറഞ്ഞു. ഇവരെല്ലാവരും ഹല്ലേലൂയ വിശ്വാസത്തോടെ ചുറ്റുവാൻ തുടങ്ങി. എൽദോ പാസ്റ്റർ പറഞ്ഞ അതേ പദം ഹല്ലേലൂയ, ഇത് തകർന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? കൂടാരങ്ങളിലേക്ക് പോയി. സ്തോത്രം. 7-ാം ദിവസവും പരാജയപ്പെട്ടെന്ന് പറഞ്ഞല്ല അവർ വന്നത്. ഹല്ലേലൂയ. ദൈവാത്മാവ് അവരോട് ഓർപ്പിച്ചതുപോലെ വ്യവസ്ഥ പ്രകാരം അവർ ചുറ്റി ആർപ്പിടുവാൻ പറഞ്ഞു. ആർപ്പിട്ടപ്പോൾ പട്ടണം മതിൽ ഹല്ലേലൂയ ആ ഒരു സഹോദരിയുടെ ഹല്ലേലൂയ ആ ഇടം മാത്രം ഇടിയാതെ ബാക്കിയെല്ലാം താഴേക്ക് പോകുവാനിടയായി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. കോരഹ് പുത്രന്മാരുടെ പിതാവ് പാർത്തതായ പാർപ്പിടം മാത്രം എന്തു ചെയ്തു? മത്സരിച്ച ആ വ്യക്തികൾ താമസിച്ച കൂടാരം മാത്രം ഭൂമി വായ്പിളർന്ന് വിഴുകിക്കളഞ്ഞു. എന്നതുപോലെ തന്നെ ഈ പട്ടണമതിൽ നേരെ താഴോട്ടങ്ങ് താണുപോയി. അതിന് താഴെ ഉണ്ടായിരുന്ന അടിസ്ഥാനം തമ്പുരാനങ്ങ് മാറ്റിക്കാണും. ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ട് അത് താഴോട്ട് പോയി. സുഖകരമായ ഇസ്രായേൽ ജനം ഹല്ലേലൂയ യെരിഹോ പട്ടണം പിടിച്ച് സകലതിനെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളയുവാനിടയായി. ഹല്ലേലൂയ. രാഹാബ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ ഉരുകിയിരിക്കുകയാ, ഞങ്ങളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തി ക്ഷയിച്ചിരിക്കുകയാ, അശേഷം ജീവനില്ലാത്തതുപോലെ ഞങ്ങൾ ആയിത്തീർന്നിരിക്കുകയാ. എന്തുകൊണ്ടാ? ഒരു അധിപതി നിങ്ങൾക്ക് മുൻപേ നടകൊള്ളുന്നു എന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ പറയുവാൻ കഴിയോ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, എന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ മുൻപോട്ടുള്ള യാത്ര സുഗമമാക്കുവാൻ അവൻ പ്രവർത്തിപ്പാൻ മതിയായവരാണ്. പ്രവർത്തിപ്പാൻ മതിയായവരാണെന്ന് പറയുമ്പോൾ വ്യവസ്ഥ കൂടി അനുസരിക്കണം കേട്ടോ. വ്യവസ്ഥ അനുസരിച്ചാലേ ആർപ്പിട്ടാൽ പട്ടണം അതിൽ വീഴുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യത കൊടുക്കാറില്ല. പ്രതികൂലം മാറണം. ഹല്ലേലൂയ. മസം പിടിച്ച് ഉപവസിച്ചത് കൊണ്ടൊന്നും പ്രതികൂലം മാറില്ല. പത്രോസ് പറയുന്ന പോലെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിപ്പാൻ തയ്യാറാകുമ്പോൾ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ആ ഉടമസ്ഥന്റെ കരം, ആ ഉടമസ്ഥന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അത് വെളിപ്പെടുമ്പോൾ ശത്രുക്കൾ ലജ്ജിക്കത്തക്കവണ്ണം, ശത്രുക്കൾ ഇല്ലാതെയാകുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെടുകയാ. ഇന്ന് രാത്രിയെ ഈ കേട്ടതായ വചനം, പകലിൽ കേട്ടല്ലോ, സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ നമ്മൾ കേട്ടു, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, അത് ഏത് ഇടത്തേക്കും കയറി ചെല്ലോ, അതിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അത് വെട്ടേണ്ടതിന് വെട്ടിമാറ്റൂ, നീക്കി കളയേണ്ടതിന് നീക്കി കളയുമെന്ന് ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളുടെ മുൻപിൽ എത്ര പേർ സമ്പൂർണമായി സമർപ്പിക്കും? കർത്താവിനോട് ഹൃദയം തുറന്നു പറ. സകല വചനം കൊണ്ടും ജീവിക്കുന്ന ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി എനിക്ക് വേണം. ഹല്ലേലൂയ. ആ ജീവനുള്ള വചനത്തെ അതരം കൊണ്ട് ഉരുവിടുവാൻ എനിക്ക് കൃപ വേണോ? ഹല്ലേലൂയ. അതിനെ ജീവിപ്പാൻ, പ്രതികൂലത്തിന്റെ മുൻപിൽ നിന്ന് എതിരിടുവാൻ എനിക്ക് കൃപ വേണം.
ആഗ്രഹത്തോടുകൂടെ യാചിക്കുന്നവർക്ക് വേണ്ടി നൽകുവാൻ മതിയായവരാണ്. ഹല്ലേലൂയ. തൽസമയത്ത് നീ കടന്നു ചെല്ലുവാൻ തയ്യാറായാൽ നിന്നെ സഹായിപ്പാൻ അവൻ മതിയായവനാ. ആ സഹായഹസ്തം അനുഭവിച്ച് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എളിയവന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.